ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ കുഞ്ഞു ബ്ലോഗ്. ഇത് ഉച്ചയ്ക്കാണ് ഞാൻ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ നിസ്കരിക്കണ ഫ്രണ്ട്സാണ്, അതുകൊണ്ടാണ്. അപ്പം ഞാൻ നിസ്കരിപ്പി ഒന്ന് മെല്ലെ ഇടാൻ നോക്കിയതാണ്, മൂഞ്ചിപ്പോയി. ഇതാണ് എൻ്റെ നിസ്കരിപ്പി ഇട്ടിട്ടുള്ള ഔട്ട്ഫിറ്റ് കാണാനുള്ളത്. സംഭവം ഇത് നല്ല മൂഞ്ചിയിട്ടുണ്ട്. ഞാൻ വെറൈറ്റി ആക്കാൻ നോക്കിയതാണ്, ബട്ട് ഭയങ്കര വെറൈറ്റി ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജനലൊന്നും കണ്ടിട്ട് നെട്ടണ്ട. പിന്നെ ഞാൻ ദിക്കർ ചൊല്ലി മുടി വാർന്നു. പിന്നെ എന്താ തിന്നാളെന്ന് ആലോചിച്ച് ഇങ്ങനെ കുത്തിരിക്കണം. അപ്പം തപ്പേക്കിപ്പം ഒരു ബൂമർ. ഈ ബൂമറാണെങ്കിൽ പറിക്കാനായിട്ട് കിട്ടണില്ല. അങ്ങനെ കുറേ നേരം ടൈമിൽ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഈ വോയിസ് ഓവർക്കാണെങ്കിൽ ഇവിടെ കുറച്ച് സ്പീഡ് കൂട്ടിയാലോ. അതിനും വേണ്ട, സ്പീഡ് കൂട്ടണ്ട. ഇത് സംഭവം ഒരു പേപ്പർ എടുത്താൽ അതിൻ്റെ ഉള്ളിൽ വേറെ പേപ്പർ. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇതാണ് ലാസ്റ്റ് പീസ് സ്ട്രോബെറി ഫ്ലവറിൻ്റെ. രണ്ടെണ്ണം എൻ്റെ താത്തടുത്തുണ്ടായിരിക്കും. താത്തനെ പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മാരി ഞാൻ എടുത്ത് വെച്ചിട്ടാണ്. ഇതിങ്ങനെ കാണിച്ചു തന്നിട്ട് നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. ഇത് നമ്മൾ വെറുതെ ആക്കിയതാണ്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫോണിൻ്റെ കേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതല്ല മച്ചിൻ്റെ. ഓക്കെ, ഇടയ്ക്ക് ഇടയ്ക്ക് പൊന്തുക ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ പബ്ലിക്കം. ഞാൻ ഇടയ്ക്ക് വിചാരിച്ചപ്പോൾ അല്ലോണ്ട് പൊട്ടിച്ചാലോ എന്ന്, ബട്ട് കിട്ടി നമുക്ക്. ഞാൻ ആദ്യം വിചാരിച്ചു ഫുള്ള് തിന്നാണ്ട പകുതി തിന്നാണ്. പക്ഷേ എന്തായാലും വീഡിയോ എടുക്കല്ലേ, എന്നാൽ ഫുള്ള് തന്നെ തിന്നാം. എന്തിനാ വെറുതെ ഇങ്ങനെ ആക്കുന്നത്. അപ്പം നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫുൾ തിന്നു. പിന്നെ എന്താ തിന്നാനുള്ളതെന്ന് ഇങ്ങനെ തപ്പാൻ പോവാണ്. അല്ലാതെ പിന്നെ എന്താ ചെയ്യുക. അപ്പോഴാണെങ്കിൽ എനിക്കാണെങ്കിൽ പൈക്കുണ്ടേനു. എന്ത് വേണമെങ്കിൽ കിട്ടിയാൽ ഞാൻ തിന്നു. അങ്ങനത്തെ ഒരു ടൈമാണേനു. അപ്പം മെല്ലെ നമുക്ക് വാതിൽ തുറന്ന് എന്തെങ്കിലും ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഈ കാരം. സത്യം പറഞ്ഞാൽ ഈ വോയിസ് ഓവർ കേൾക്കുമ്പോൾ ഞാൻ എന്താ പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. അതാണ് എൻ്റെ ഒരു സത്യമായ സത്യം. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ചോറ് തിന്നാന്ന്, പിന്നെ വിചാരിച്ചു വേണ്ടാന്ന്. പിന്നെ ഞാൻ ക്യാമറ സ്ഥലത്ത് വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പുളിയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ വേണ്ടെന്ന് തന്നെ പോന്നു. ഒന്നുമേ വേണ്ട, ഒന്നെങ്കിൽ ചോറുന്ന അല്ലെങ്കിൽ വേണ്ട, അങ്ങനെ നിൽക്കുന്നു. വെച്ചെങ്കിൽ ചോറ് വേണ്ട. ഞാൻ ലേറ്റൊക്കെ എടുത്താൻ പറഞ്ഞേക്കണം. ഞാൻ അപ്പോൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഉറങ്ങിയിട്ടോ അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഉറങ്ങുക അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ കാണാമെന്ന് പറഞ്ഞതാണ്. ഞാൻ ഉറങ്ങിയിട്ട് പോലും ഇല്ല. അതാണ് എൻ്റെ നഗ്നമായ സത്യം. ഓക്കെ, ഞാൻ സത്യം പറഞ്ഞാൽ എങ്ങോട്ടെങ്കിലും പോകും അങ്ങനെയൊക്കെ സംഭവം ഞാൻ അങ്ങോട്ട് പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ഉമ്മച്ചി പറഞ്ഞു യൂണിഫോം അടിച്ചാൻ കൊടുക്കുക. അപ്പം ഉമ്മച്ചി ഞാൻ യൂണിഫോം എടുത്ത് വന്നു. ഇവിടെ അടുത്ത് തന്നെ കേട്ടോ സ്ഥലം. ഞാൻ ക്യാമറ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ച് പിടിച്ചു പോയി. ഇത് കവർ അതിൻ്റെ മുന്നായിട്ട് ഞാൻ ഒരു പബ്ലിക്കും കൂടി എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് പീസും കൂടി ഉണ്ടായിരുന്നു വേറെ, എന്താണ് മിൻറ്റിൻ്റെ. അപ്പോൾ അതെടുത്ത് പിന്നെ ഇത് കവർ എടുക്കാൻ വിചാരിച്ചപ്പം ആ കവർ ഞാൻ ഇതിൽ നിന്ന് എടുത്തായിട്ട് പാളിപ്പോയി. ഒന്ന് മൊത്തം പൂഞ്ചലായിപ്പോയി. പിന്നെ വേറെ കവർ തപ്പാൻ വിചാരിച്ചു. പിന്നെ മെഷീൻ്റെ അടുത്ത് പോയപ്പോൾ മെഷീൻ കവർ തന്നു. ആ കവറിൽ ഞാൻ ഇട്ടു. അത് സാഹസികമായി ഞാൻ ഇട്ടു. അങ്ങനെയൊന്നുമില്ല കേട്ടോ, നല്ല സിമ്പിളായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കവറിനൊരു വല്ലാത്തൊരു പ്രത്യേകത ഉണ്ട്. എന്ന് വെച്ചാൽ കയ്യില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ കാണിച്ചു കേട്ടോ. ക്യാമറ പിടിക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകും കണ്ടോ. അത് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ് ഞാൻ ഈ പറയുന്ന സ്ഥലം. ഉമ്മച്ചി ഇങ്ങനെ വരുന്നുണ്ട്. ഉമ്മച്ചീൻ്റെ കൈക്കിൽ ഞാൻ ആ സാധനം കൊടുത്തിട്ട് മെല്ലെ വരികയാണ്. അപ്പം നമ്മൾ കാട് മല താണ്ടി അവിടേക്ക് എത്താൻ പോവുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ അവിടെ എത്തും. പിന്നെ അവിടെ എത്തിയതിന് ശേഷം നമുക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് മടിയായിക്കാരം. കാരണം നമ്മൾ അയൽവാസിയല്ലേ, അപ്പം നമുക്കൊരു മടി ഉണ്ടാവില്ലേ. ഞാൻ അവിടെ എത്തിയിട്ടാറ്റ പോയി വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു തിരക്കുണ്ടായി വരികയാണ്. അതൊക്കെ നോക്കിയാണ്. ഉമ്മച്ചിയുടെ ബാക്കിൽ തന്നെ ഉണ്ട് കേട്ടോ. സംഭവം ഇമ്മച്ചിക്ക് ഫുൾ കൈ വേണം, നമുക്ക് ഫുൾ കൈ വേണ്ട. പിന്നെ അതാത്ത എന്തൊക്കെ 16 ആക്കി. ഇമ്മച്ചി 18 എടുത്ത്, ഞാൻ 16 കൊടുത്തു. അപ്പം 16 എടുത്ത്, അല്ല 17 എടുത്ത്. അപ്പം അതിൻ്റെ നടുവിൽ 16 അല്ലേ, അല്ല ഇമ്മച്ചി 18 കൊടുത്ത്, ഞാൻ 16 കൊടുത്ത്. അപ്പം അതിൻ്റെ നടുവ് 17 അല്ലേ, അപ്പം 17 എടുത്ത്.
പിന്നെ അസറായപ്പം ഒന്ന് നിസ്കരിച്ചാം എന്ന് വിചാരിച്ചു. അസർ നിസ്കരിക്കണ്ടേ? അസർ നിസ്കരിച്ച് ഞാൻ പിന്നെ കുളിച്ചിട്ടുണ്ടായിരുന്നില്ലായിരുന്നു ഗൈസ്. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ മൂഞ്ചേണ്ടിയതായിരുന്നു. കാരണം ആ വിരിക്കണ കണ്ടില്ലേ. സംഭവം ഞാൻ കുളിച്ച് മാറ്റി വന്നതാണ്. ഇങ്ങനെയുണ്ടെന്ന് പറയുക എന്ന് വന്നാണ് ഇതാക്കിയതാണ്. പിന്നെ ഒന്ന് പുറത്തേക്കൊക്കെ പോയാലും വിചാരിച്ചു. ഞാൻ ചായ ഒക്കെ കുടിച്ച് നിൽക്കുക കേട്ടോ. പിന്നെ അമ്മച്ചീൻ്റെ ഫോൺ എടുക്കാൻ വന്നതായിരുന്നു ഇവിടേക്ക്. ഞങ്ങൾ വിചാരിക്കണം എന്താ വീണ്ടും ഉള്ളിലോട്ടെന്ന്. ഞാൻ ലൈറ്റ് എടുത്ത് പിന്നെ അമ്മച്ചീൻ്റെ അടുത്ത് പോയി കണ്ട് ഫോൺ കൊടുത്തു. ഞാൻ എന്താണ് ബേക്കിക്ക് ഇടുകയാണ് ഈ നടക്കുന്നത്. ഇത് ഇവിടെ അല്ല, കുറച്ചൊക്കെ മുന്നിൽ എന്താ പറയാം. അമ്മച്ചിങ്ങനെ ആലോചിക്കാം, നമ്മളെന്താ ഇങ്ങനെ സ്വറ പറഞ്ഞ് കുത്തിറക്കണമെന്ന് കണ്ട. ഞാൻ ബാഗ് കൂടെ നടക്കണം. അമ്മച്ചി ക്യാമറ വരാതെ നിൽക്കണം. അമ്മച്ചി ഒരു എന്നെ കാണിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് പൂച്ചനെ വിളിച്ചു നോക്കാം. കുറേ നേരം വെയിറ്റ് ചെയ്താലും വരില്ല, ചിലപ്പോൾ ഉറങ്ങി നിൽക്കണ്ടാവും. അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങളെ എടുത്തുണ്ട്. അങ്ങനെ നിങ്ങൾ പൂച്ചകളുടെയൊക്കെ പ്രശ്നം ഉണ്ടോ? പിന്നെ ഉറങ്ങിയാൽ പിന്നെ നീച്ചാൽ കുറച്ച് പണിയാണ് ആള്. ചിലപ്പോൾ ഈ സീറ്റിൻ്റെ ഇതിലൊക്കെ ഉണ്ടാവും. ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം വിളിച്ചപ്പം ആൾ സീറ്റിൻ്റെ അടിയിൽ നിന്ന് വന്ന് നോക്കി, മുകളിൽ നിന്ന് വന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ ടൈം 6:49. അപ്പോൾ ഓക്കെ ബൈ.